ബിൽഡിങ്സ് ഓഫ് ബോഡി എന്നുള്ള നിലയ്ക്കാണ് പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും ശരീരത്തെ തിയോസഫിയിൽ ഭാവന ചെയ്യുന്നത്. അതായത് ആദ്യത്തേത് നമുക്ക് കാണാവുന്ന ഫിസിക്കൽ ബോഡി, രണ്ടാമത്തേത് ആസ്ട്രൽ ബോഡി, അത് ഇമോഷണൽ ബോഡി കൂടിയാണ്, മൂന്നാമത്തേത് മെൻ്റൽ ബോഡി, നാലാമത്തേത് ബൗദ്ധിക് ബോഡി, ഇവിടെ ഈ ബുദ്ധി, അതാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സ്പിരിച്വൽ ബോഡി, അങ്ങനെ ഒരു ഡിവൈൻ ബോഡി. ആ നിലയ്ക്കുള്ള 7 പ്ലെയിനുകളായിട്ട് പ്രപഞ്ച ശരീരത്തെയും മനുഷ്യ ശരീരത്തെയും കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ആധ്യാത്മികമായ ഉയർച്ചയിൽ, അതിൻ്റെ പരിണാമത്തിൽ ഒരു വ്യക്തിക്ക് ഇമോഷണൽ ബോഡി നഷ്ടമാകുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ചിന്തകളുടെ തീവ്രത കുറഞ്ഞു വരിക, ചിന്തയും ഇമോഷനും ചേർന്നതാണല്ലോ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇമോഷന് ശക്തി ഉണ്ടെങ്കിൽ ചിന്തയ്ക്ക് ശക്തിയുള്ളൂ, അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇമോഷൻ എന്ന് പറയുന്ന പാർട്ടിക്കിൾസ്, കണങ്ങൾ, അതും മെൻ്റൽ ബോഡിയിലെ ചിന്തയുടെ കണങ്ങളും തമ്മിലുള്ള ഒരു സംയോജനത്തിലാണ് നമ്മൾ ഒരു പ്രത്യേക ഇമോഷണൽ ബോഡി അല്ലെങ്കിൽ തിങ്കിങ് ബോഡി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഒരു യാഥാർത്ഥ്യത്തോട് സംവദിക്കുന്നത്. സംവേദനത്തിൻ്റെ ഭാഗമാണ് ആ ശരീരം, ആ ഒരു നില. അത് എക്സ്പ്രസീവ് ആകുന്നത് ഫിസിക്കൽ ബോഡി കൂടിയാണ്. ചിന്തയും ഇമോഷനും നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ശരീരമാണ് ഇതിലൂടെയാണ് നടക്കുന്നത്. ആധ്യാത്മിക പരിണാമത്തിൽ ഒരു ബോഡി ഇമോഷനെ കൈവിട്ട് കളയുന്നുണ്ടോ? അങ്ങനെ ഒരു ചിന്ത കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്, മെമ്മറി കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു പരിണാമദശ കഴിഞ്ഞാലാണ് ബുദ്ധി ബോഡിയിലേക്ക് അല്ലെങ്കിൽ ഇൻ്റലിജൻസിലേക്ക് ഒരാളുടെ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനം എന്ന നിലയ്ക്ക് പിന്നീടുള്ള എക്സ്പ്രഷൻസ് വരുന്നത്. എൻ്റെ ചോദ്യം കിടക്കുന്നത് ഈയിടെയൊക്കെ ഞാൻ പേഴ്സണലി നോക്കുകയാണ്, ഓർമ്മകൾ കുറഞ്ഞു വരുന്നു, അറ്റാച്ച്മെന്റ് കുറഞ്ഞു വരുന്നു, തീവ്രത കുറഞ്ഞു വരുന്നു. അത് നമ്മുടെ ജൈവിക ഇമോഷൻസിൽ വരെ, കാമക്രോധ മോഹ ലോഭങ്ങളിൽ വരെയും അത് ഇമോഷൻസ് കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ നമ്മൾ സാമാന്യ ജീവിതത്തിൽ കീപ്പപ്പ് ചെയ്യേണ്ട, പാലിക്കേണ്ട ചില പ്രതിബദ്ധതകളുടെ ഇമോഷൻസ് കീപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ അതിന് പറ്റാറില്ല പലപ്പോഴും. കാരണം നമുക്ക് ബിക്കമിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ആയിത്തീരും. അതും അവിടെ ഇമോഷണലി ആണ് നമുക്ക് 3 വർഷങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഈ അടുത്തിടെ അങ്ങനെ ഒരു ബിക്കമിങ് ചിന്ത വരുന്നില്ല, എനിക്ക് എന്തെങ്കിലും ആവണമെന്നൊക്കെ തോന്നുന്നില്ല. വാട്ട് ഈസ് ദാറ്റ്? ആ ഒരു പ്രോസസ്സ് എന്താണ്? ആധ്യാത്മിക ലേണിംഗിൽ അല്ലെങ്കിൽ ആധ്യാത്മിക അനുഭവത്തിൽ ഇമോഷൻ എവിടെ വരെ? ദി ലിമിറ്റ് ഓഫ് ഇമോഷൻ വേർ? സാറ് ഇപ്പോൾ പറഞ്ഞ ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ, ഈ തിയോസഫിക്കൽ സൊസൈറ്റിക്കാർ വിശ്വസിക്കുന്ന ഒരു ഹൈറാർക്കി, അത് ഒരു പെർസ്പെക്റ്റീവാണ്, ട്രൂത്ത് ആവണമെന്നില്ല. ഇറ്റ്സ് എ ഫിലോസഫി. അപ്പോൾ ആ ഫിലോസഫി എത്രമാത്രം പ്രായോഗികമായി സ്ട്രക്ചേർഡ് ആണെന്നുള്ളത് ഒരു വിവാദ വിഷയമാണ്. ഒരു പക്ഷേ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, അവർ കാണുന്ന സത്യത്തിനെ അവരുടേതായ ഭാഷയിൽ, അന്ന് അവൈലബിൾ ആയിരിക്കുന്ന അല്ല എന്ന് വ്യാപരിച്ചിരിക്കുന്ന ഭാഷയിൽ അതിനെ രൂപപ്പെടുത്തിയെടുത്തതും ആകാം തീർച്ചയായിട്ടും. അത് അതിനോട് കൂറുപുലർത്തി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ലീനിയൻസി വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും സാറിൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്. വൈകാരികതയുടെ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ളതാണ് സാറ് ചോദിക്കുന്ന എന്ന് ഞാൻ മനസ്സിലാക്കും. തീർച്ചയായിട്ടും വൈകാരികതയുടെ കുറവ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്കത് തോന്നുമെങ്കിൽ പോലും സത്യത്തിൽ നേരെ തിരിച്ച്
വൈകാരികത കൂടുന്നതായിട്ട് മനസ്സിലാവാം. നമ്മുടെ ചില ഫ്രീക്വൻസിയുടെ പഠനങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു വന്നിട്ട് കൂടുന്നതായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ, കാണുന്നതായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നു എന്ന് പറയും പോലെയാണ് ഈ ഒരു അവസ്ഥയിൽ ആത്മീയമായ അന്വേഷണത്തിൻ്റെ യാത്രയിൽ അന്വേഷണത്തിന് പലപ്പോഴും വൈകാരികത തടസ്സമായി നിൽക്കുന്നതായിട്ട് സത്യാന്വേഷിക്ക് തോന്നുന്നത് കൊണ്ട്, സത്യാന്വേഷി എന്ന് വിളിക്കുന്നത് ആൾ സാധകനോ അന്വേഷകനോ മാത്രമാണ്, അല്ലാതെ അദ്ദേഹം ഒരു പൂർണ്ണനായിരിക്കുന്ന തൃപ്തികരമായിരിക്കുന്ന സത്യം അറിഞ്ഞ ഒരാളല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിന് ഈ പറഞ്ഞ വൈകാരികത തടസ്സമാണെന്ന് തോന്നുന്നത് കൊണ്ട് ആ വൈകാരികതയെ മാറ്റിവെക്കാനുള്ള താല്പര്യവും അതിനുള്ള ബുദ്ധിമുട്ടും അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചില കാര്യങ്ങളിൽ അയാൾ വിജയിച്ച് വൈകാരികത മാറ്റിവെക്കുന്നു, ചില കാര്യങ്ങളിൽ വൈകാരികത മാറ്റിവെക്കാനാവാതെ തുടരുന്നു. അങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു സംഘട്ടനത്തോടു കൂടിയാണ് ഈ സത്യാന്വേഷണം എന്ന് പറയുന്ന യാത്ര ഒരുവൻ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ അവന് നിഷേധാത്മകമായിരിക്കുന്ന ഒരു നിലപാട് വരാം. ഈ ഉപനിഷത്തുകളിൽ നേതി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും അല്ല എന്നുള്ള നിഷേധാത്മകമായ നിലപാടാണ് വേണ്ടത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ വച്ചു പുലർത്തുകയും അതുകൊണ്ട് എല്ലാത്തിനെയും നിഷേധിച്ചുകൊണ്ട് ഇതൊന്നും അല്ലാതെ സത്യം എൻ്റെ കയ്യിൽ കൂടെയാണ് വരാൻ പോകുന്നതെന്നുള്ള ഒരു മൂഢസ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്ത് വിഷമിക്കുകയും ചെയ്യും. ഞാൻ എന്തുകൊണ്ടത് പറയുന്നതെന്ന് വെച്ചാൽ, ഈ നേതി എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ള അഗാധമായിരിക്കുന്ന ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് നിഷേധാത്മകമല്ല, മറിച്ച് വളരെ പ്രസാദാത്മകമായൊരു സമീപനമാണെന്ന് മനസ്സിലാവുകയുള്ളൂ. പല സാഹിത്യകാരന്മാരും പല പുരോഗമനവാദികളും ആയിട്ടുള്ള കുറച്ചാത്മീയം കൈയാളുന്ന ആൾക്കാർ ഈ നേതി എടുത്ത് ഉപയോഗിക്കുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അത് അറിഞ്ഞിടാതെ ഉപയോഗിക്കുകയാണ്. സാരമില്ല, കാരണം അവരുടെ അറിവനുസരിച്ചല്ലേ പറയാനൊക്കെ ഉള്ളൂ. അപ്പോൾ കൊച്ചുകുട്ടികൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ ചില കവിതകളൊക്കെ പാടുമ്പോൾ അതിൻ്റെ പരിമിതികളുണ്ടാകും. അതുപോലെ മാത്രമേ കാണേണ്ട കാര്യമുള്ളൂ, അതിനുള്ള പ്രസക്തിയൊന്നുമില്ല, അതിന് നമ്മൾ കൊണ്ടുവരപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിഷേധാത്മകമായ നിലപാടിൽ കൂടെ ആയിരിക്കും അന്വേഷണം ആരംഭിക്കുന്നത്. അങ്ങനെ അന്വേഷണം ആരംഭിക്കുന്ന വ്യക്തികൾ ആണ് ഏറ്റവും കൂടുതൽ ചിന്താക്കുഴപ്പത്തിൽ പെടുന്നത്. കാരണം ഈ ചിലത് കൊള്ളണമോ ചിലത് തള്ളണമോ എന്നുള്ളൊരു ചിന്താക്കുഴപ്പത്തിലുണ്ടാകുന്നു. അതായത് ചില വൈകാരികതകൾ തൻ്റെ അന്വേഷണത്തെ തടസ്സമാണ് എന്ന് തോന്നുന്നു, എന്നാൽ അവയെ വിടാനും കരടിയെ വിട്ടാലും അല്ല കമ്പിളി വിട്ടാലും കരടി വിടൂല, അല്ല കരടി വിട്ടാലും കമ്പിളി വിടൂല എന്ന് പറഞ്ഞ പോലെ ആ വൈകാരികത നമ്മളെ വിടുന്നുമില്ല, എന്നാൽ മാറ്റുകയും ചെയ്യണം. ഇങ്ങനൊരു സംഘടനത്തിൽ കൂടെ പോകുന്നു. ഈ സംഘടനാത്മകമായിരിക്കുന്ന യാത്ര എപ്പോഴും തികച്ചും പരിശ്രമകരമാണ്. ഒരു വിശ്രമമില്ലാത്ത അന്വേഷണമാണ് തുടരുന്നത്. ഒരിടത്തും എത്താനും സാധിക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ ഈ യുദ്ധം അവസാനിക്കും. വൈകാരികതയും ഞാനും തമ്മിലുള്ള ഒരു യുദ്ധം അവസാനിക്കും. ആ യുദ്ധം അവസാനിക്കുന്നിടത്താണ് സമാധാനമായിട്ടുള്ള അന്വേഷണമാരും തുടരുന്നത് തന്നെ. സിദ്ധാർത്ഥ ഗൗതമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതേ തരത്തിലുള്ള അന്വേഷണത്തിൽ കൂടെ കടന്നുപോയി. 6 ഗുരുക്കന്മാരുടെ അടുത്തും പോയി അന്വേഷണത്തിന് പോകുമ്പോൾ ഈ സംഘടന തന്നെ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിൻ്റെ ദുഃഖം, ഇറങ്ങി വന്നാനുണ്ടായ ധൈര്യവും ഇറങ്ങി വന്നതിലുള്ള ദുഃഖവും തമ്മിലുള്ള സംഘടനം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ പത്നിയെ തൻ്റെ മാർഗത്തിലേക്ക് സംഘത്തിലേക്ക് ചേർക്കാൻ തയ്യാറാക്കി അവരെ ബോധവൽക്കരിക്കുമ്പോൾ അവർ തിരിച്ച് ചോദിക്കുന്നുണ്ട്, അങ്ങക്ക് എന്നോട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോക്കൂടായിരുന്നു. ഞാൻ എന്തെങ്കിലും തടസ്സം നിൽക്കില്ലായിരുന്നില്ല, പിന്നെ എന്തുകൊണ്ട് അങ്ങക്ക് എൻ്റെ അടുത്ത് പറയാതെ ഈ ഒളിച്ച് പോയ എന്തിനാണ് ചോദിക്കുന്നുണ്ട്. അത് ആ സംഘടനമായിരുന്നു കാരണം. തിരിച്ച് നിൽക്കണം എന്ന് ഭാര്യയുടെ ഒരു വാക്ക് കേട്ടാൽ മാത്രം ഒരുപക്ഷെ സിദ്ധാർത്ഥ ഗൗതമനെ നമുക്ക് കിട്ടൂലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒളിച്ചു തന്നെ പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടന നിലനിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് ഈ സംഘടന അവസാനിക്കുന്നിടത്താണ് അന്വേഷണം സ്വസ്ഥമായിട്ട് ആരംഭിക്കുന്നത്. സെൻ മാർഗത്തിലൊരു കഥയുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം അത് നരേറ്റ് ചെയ്തിട്ടുള്ള കഥയാണ്. ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരാൾ ചെന്നതിനെക്കുറിച്ച് അയാൾ സ്വയം പറയുന്നതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് 6 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ ഗുരുവിൻ്റെ കൂടെ ഇരുന്നു.
അദ്ദേഹം എന്നെ നോക്കിയതേയില്ല. ഞാനാകട്ടെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന തെറ്റുകളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നു, അവയെല്ലാം പശ്ചാത്തപിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം നോക്കിയതേയില്ല. ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള ചിന്തകൾ വിട്ട് നല്ലത് ചെയ്യാനും ചീത്തയെ അവഗണിക്കാനും അല്ലെങ്കിൽ ഉപേക്ഷിക്കാനും ഉള്ളൊരു താല്പര്യത്തോടു കൂടി ജീവിച്ചു തുടങ്ങി. ഏതാണ്ടൊരു 4 വർഷത്തോളം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് ഉള്ള കാലഘട്ടത്തിൽ ഞാൻ നല്ലത് മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചീത്തയെക്കുറിച്ച് ഓർമ്മിക്കുക പോലും ചെയ്യാതെ സ്വസ്ഥനായിത്തീരുകയും ചെയ്തു. ഗുരു എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെയുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ നല്ലതേത് എന്ന് പറഞ്ഞ് ആലോചിക്കാതിരിക്കുകയും ചീത്ത ഏത് എന്ന് പറഞ്ഞ് ആലോചിക്കാതിരിക്കുകയും നന്മ തിന്മകളെ തമ്മിലുള്ള ആ വ്യത്യാസമൊന്നും കണക്കുകൂട്ടാതെ വിവേചനമൊന്നുമില്ലാതെ സ്വസ്ഥതയോടുകൂടി കടന്നുകൂടി. ആൻഡ് ഹി ഓഫേർഡ് ഹിസ് സീറ്റ് എന്നാണ് കഥ നടത്തുന്നത്. അദ്ദേഹം തൻ്റെ കസേര എനിക്കായി ഒഴിഞ്ഞു വന്നു. ഇതാണ് ഞാൻ ഈ പറഞ്ഞ സംഘടനത്തിൻ്റെ അവസാനം. എവിടെയാണ് ആ സംഘടന അവസാനിക്കുന്നത്, അവിടെയാണ് അന്വേഷണം ആരംഭിക്കുന്നത്. അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ നമ്മളിത് കൃഷിക്ക് വേണ്ടി ഒരു നിലം ഒരുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ഥലം ഒരുക്കുന്നതിന് വേണ്ടി അവിടെയുള്ള കാടും പടർപ്പും എല്ലാം വെട്ടിമാറ്റി വൃത്തിയാക്കുന്നത് പോലെയുള്ള ഒരു ശ്രമകരമായ പ്രവർത്തനമാണ് ഈ പറഞ്ഞ സംഘടനത്തിൽ ഏർപ്പെടുമ്പോൾ ഉള്ളത്. അപ്പം നല്ലതും ചീത്തയും തമ്മിലുള്ള വിവേചനവും നമ്മൾ വെട്ടി വെളുപ്പിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ചില നല്ല ചെടികൾ നിൽക്കും. അവ വെട്ടണോ വേണ്ടയോ എന്നൊരു തോന്നുന്നു. എന്തായാലും നമുക്ക് വേറൊരു കൃഷിയുണ്ട്, അവിടെ ഇത് വെട്ടി മാറ്റി നടാം എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെയും വെട്ടി മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം പോലെ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഒരു കാലഘട്ടത്തിലെത്തുമ്പോൾ ഈ സംഘടന ഇല്ലാതാവുകയും സ്വസ്ഥതയിലേക്ക് വരികയും ചെയ്യും. ഇത് ഞാൻ പറഞ്ഞ സാറ് കണ്ട കാഴ്ചപ്പാടിലുള്ള വൈകാരികമായിരിക്കുന്ന ഇമോഷൻ്റേതായ ഒരു 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 തലത്തെക്കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വാസ്തവത്തിൽ ഒരുവൻ്റെ ഹൃദയം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കൂടെ മനസ്സിലാക്കണം. ഹൃദയം സങ്കുചിതമാവുകയല്ല ചെയ്യുന്നത്. ഒരു എൻലൈറ്റൻഡ് ആയിരിക്കുന്ന വ്യക്തിയുടെ ഹൃദയം ഏറ്റവും വികസിതമാണ്. അതേപോലെ വികസിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുമോ എന്ന് തന്നെ സംശയമാണ്. അത്രയ്ക്ക് വികസിതമായിരിക്കുന്നത് കൊണ്ട് തന്നെ നാം ഉദ്ദേശിക്കുന്ന ഒരു ഇമോഷൻ്റെ ഏറ്റവും വലിയ ഒരു സൂപ്പർലേറ്റീവ് സ്റ്റേറ്റിലാണ് അതിരിക്കുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹം ഒരിടത്തും ഇല്ല. കരുണ എന്ന് പറഞ്ഞാൽ അതുപോലെ കരുണ വേറൊരിടത്തും ഇല്ല. അനുകമ്പ എന്ന് പറഞ്ഞാൽ അതുപോലൊരു അനുകമ്പ വേറൊരിടത്തും ഇല്ല. ക്ഷമ എന്ന് പറഞ്ഞാൽ ഭൂമിയേക്കാൾ ക്ഷമ എന്ന് പറയുന്ന പോലുള്ള ക്ഷമ ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാം പരമമായി ഉള്ള അതിൻ്റെ പരിമിതിയെ അതിലംഘിക്കുന്ന തരത്തിലുള്ള ഒരു പ്രാപ്തിയിലേക്കാണ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ വികസിക്കുകയാണ്, ഹൃദയം വികസിക്കുകയാണ്. ഹൃദയം ഒരിക്കലും സങ്കുചിതമാവുകയല്ല. അപ്പോൾ വാസ്തവത്തിൽ ലൗകികമായിട്ട് ഭൗതികമായിട്ട് നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ചുള്ള നമ്മുടെ ഇപ്പോഴത്തെ പരിമിതമായിരിക്കുന്ന ബുദ്ധിയുടെ അളവുകോല് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു ഹൃദയവിശാലതയിൽ നിന്ന് അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഇമോഷൻ്റേതായ ഒരു പരിതസ്ഥിതിയിൽ നിന്ന് ചുരുങ്ങി വരുന്നതായിട്ട് നമുക്ക് തോന്നുകയും എന്നാൽ വാസ്തവത്തിൽ ഹൃദയവിശാലത കൂടുകയും ചെയ്യും. ഇപ്പോൾ ഉള്ള ഇമോഷൻ എന്താണെന്ന് സാർ ആലോചിച്ച് നോക്കണം. അത് ഈഗോസെൻട്രിക്കാണ്. എൻ്റെ ശരീരത്തിനകത്ത് ഞാൻ ജീവിക്കുന്നു. ഈ ശരീരത്തിന് വേണ്ടിയുള്ള സുഖദുഃഖങ്ങളും സന്തോഷങ്ങളും സ്വസ്ഥതയും സമാധാനവും എവിടെ നിന്നെല്ലാം കിട്ടുമോ അവിടെയൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവ എവിടെ ഇല്ലാതാകുന്നോ അതൊക്കെ ഞാൻ ഇഷ്ടപ്പെടാതിരിക്കുന്നു. അപ്പോൾ എൻ്റെ വൈകാരികത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അഹങ്കാര നിബദ്ധമായിരിക്കുന്ന ഒരവസ്ഥയാണ്. എൻ്റെ ശരീരത്തിന് തൃപ്തികരമായിരിക്കുന്നതെല്ലാം കൊള്ളാമെന്നും അല്ലാത്തതൊക്കെ തള്ളാമെന്നും ഉള്ളൊരു തീരുമാനമാണ് ഇട്ടിരിക്കുന്നത്. ഇതിനെ നമ്മളിട്ട് പേര് വിളിക്കുന്നതാണ് ഈ ഇമോഷൻ അല്ലെങ്കിൽ ഈ മനോഹരമായിരിക്കുന്ന മാർദ്ദവമുള്ള ഹൃദയം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം നമുക്ക് മറ്റേത് പരിചയമില്ലാത്തതുകൊണ്ട്. അതനുഭവിച്ചു കഴിഞ്ഞാൽ ഇത് കാടത്തമാണെന്ന് മനസ്സിലാവും. ഇതൊരു സാറിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫാസിസമാണെന്ന് മനസ്സിലാവും. മനസ്സിലായില്ലേ? കാരണം ഇത് അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വേറൊന്ന് ഇമോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ഒരു പ്രോപ്പർ ഈഗോയുടെ മോഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഈഗോയുടെ മോഷൻ എന്ന് അതിനെ വിളിക്കുന്നതിന് കാര്യം അതുകൊണ്ടാണ്. കാരണം ആ ഈഗോ മാത്രമാണ് അതിന് കാരണം. ഈഗോ സെൻട്രിക്കായിട്ട്
എനിക്കിപ്പോൾ ഒരു വ്യക്തി അസ്വസ്ഥത ഉണ്ടാക്കുന്നെങ്കിൽ അവിടെ സ്നേഹവും തീർന്നു, കരുണയും തീർന്നു, എല്ലാം തീർന്നു. ഒരു പരിഗണനയും പിന്നെ അവിടെ ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള അകൽച്ച തന്നെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒന്നിനെയാണ് സാറ് സൂചിപ്പിച്ചത്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോലും കുറവ് വരുന്നു. പക്ഷേ അതിനേക്കാളും വികസിതമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് മനുഷ്യൻ ആത്മീയമായിട്ട് വളരുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമേ ആത്മീയമായ വളർച്ചയായിട്ട് കാണാനൊക്കുള്ളൂ. അല്ലാത്ത ഒന്നിനെ ആത്മീയമായ വളർച്ചയായിട്ട് കാണാനൊക്കില്ല. അവൻ ഭൗതികമായിരിക്കുന്ന എക്സിസ്റ്റൻസിൽ നിന്ന് ഒരിക്കലും മുകളിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്, ഭൗതികതയെ പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ തയ്യാറാകുന്നു. അപ്പോൾ സാറിപ്പോൾ അവസാനത്തിൽ സൂചിപ്പിച്ച പോലെ ഭൗതികമായിരിക്കുന്ന പല കാര്യങ്ങൾക്കും പല ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്കും വേണ്ടി അവയെ വിട്ടുകളയാനും വയ്യ എന്ന് പറയുന്നുണ്ട്. കറക്റ്റാണ്. അത്തരത്തിലുള്ളൊരു ദുഃഖം ഒരു ബുദ്ധനും അനുഭവിക്കുന്നുണ്ട്. ബുദ്ധൻ്റേതായ സമൂഹത്തിനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്ന ഒരു കുടുംബത്തെ കൊണ്ടു നടക്കുന്ന പോലെയാണ്. ഒരുവൻ ഒരു പരിമിതമായിരിക്കുന്ന ഒരു ഭാര്യയും ഏതാനും കുട്ടികളടങ്ങുന്ന ഒരു കുടുംബത്തെ കൊണ്ടു നടക്കാൻ വേണ്ടി പാടുപെടുമ്പോൾ ബുദ്ധൻ വളരെ അപരിമിതമായിരിക്കുന്ന ജനസംഖ്യയുള്ള ഒരു സമൂഹത്തെ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുന്നു. അതിനകത്ത് 2-3 പിള്ളേരാണെങ്കിൽ അവരിൽ നിന്നുള്ള പരിഗണനയില്ലായ്മയോ എതിർപ്പോ അല്ലെങ്കിൽ സ്നേഹമില്ലായ്മയോ പക പോലും ചിലപ്പോൾ അതുവരെയൊക്കെ പോകാനുള്ള സാധ്യതയേ ഉള്ളൂ. പക്ഷേ ഇതിലതല്ല. പല വിധത്തിലുള്ള സ്വഭാവത്തിലായിരിക്കും മനുഷ്യൻ പെരുമാറുന്നത്. എങ്ങനെയാണ് ഒരുവൻ പ്രതികരിക്കുക എന്ന് തീരുമാനിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളിലുള്ള സമൂഹമാണ് ഒരു ബുദ്ധൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത്. ബുദ്ധൻ കൊണ്ടുപോകുന്നുണ്ട്. ബുദ്ധൻ അതിനോട് തള്ളിക്കളയാൻ പറ്റുന്നില്ല. സിദ്ധാർത്ഥ ഗൗതമൻ തിരിച്ച് ജനപദത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യതിയാനങ്ങളുള്ള പലതരത്തിലുള്ള വെറൈറ്റിയുള്ള ഒരു സമൂഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം വരുന്നത്. അല്ലാതെ എല്ലാവരും കൂടെ ബുദ്ധൻ ശരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹത്തോട് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അങ്ങീ പറഞ്ഞ ഈ വിഹാരങ്ങൾ നടത്തി ഇവിടെ എല്ലാം നടന്ന് സംസാരിക്കുന്നു, ചില വണിക പ്രമുഖന്മാരുടെ വീട്ടിൽ സദ്യ കൊണ്ട് കിടന്ന് ഉറങ്ങുന്നു, അതുകൊണ്ട് എന്ത് ധർമ്മമാണ് പ്രചരിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന കാണുന്ന എൻ്റെ ജനപദത്തിൽ ഞാൻ വിശ്വസിക്കുന്നതേ ഇല്ല. എന്നെ പിന്തുടർന്ന 10,000-കണക്കിന് ആൾക്കാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. 10,000-കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പുറകെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം പോലും നമ്മുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ബുദ്ധന്മാർക്ക് അത്തരത്തിലുള്ളൊരു ഫോളോയിങ് കൂടെ നടക്കാനൊന്നും കിട്ടില്ല. അന്ന് ഒട്ടും സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുറകെ സഞ്ചരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, നടന്ന് സഞ്ചരിക്കാൻ ആൾക്കാരുണ്ട്. ആ സമൂഹത്തെ ഞാൻ അതിന് കാണുന്നേ ഇല്ല. ഞാൻ അതിൽ എവിടെയോ ഒരു ഗർഭത്തിൽ ഒരു ബുദ്ധൻ ജനിക്കാതിരിക്കുന്നു, ആ ബുദ്ധന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ സഞ്ചാരം നടത്തിക്കുന്നത്. അല്ലാതെ വ്യാപകമായിട്ട് ധർമ്മം സ്ഥാപിക്കപ്പെടുന്നൊന്നും വിശ്വസിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിനെ സഹായിച്ചു കൊണ്ടിരുന്ന സ്ത്രീകളായിരിക്കുന്ന പലർക്കും സംഘത്തിൽ സ്ഥാനമോ ധർമ്മോപദേശമോ ഒന്നും കൊടുത്തിട്ടുമില്ലായിരുന്നു. പല ആവർത്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹചാരിയായ ആനന്ദിനോട് അവർ പോയി ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ കൂടെ ധർമ്മസംഘത്തിൽ എന്തുകൊണ്ട് ചേർക്കുന്നില്ല, തഥാഗതൻ എന്തുകൊണ്ട് ചേർക്കുന്നില്ല, അത് ഞാൻ ചോദിക്കാം. അത് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് അതിന് ആരാണ് തടസ്സം എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. പിന്നെ മറുപടിയൊന്നുമില്ല, നടപടിയൊന്നുമില്ല. അതങ്ങനെ തന്നെ വീണ്ടും പൊക്കോണ്ടിരിക്കുന്നു. കാലം ഇത്രയായി, ഞങ്ങൾ മാത്രം സംഘത്തിലില്ല. ഞങ്ങൾ സംഘത്തിന് വച്ച് വിളമ്പുകയും എല്ലാ അശന ശൈനാദികൾക്കെല്ലാമുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾക്ക് സംഘത്തിൽ സ്ഥാനമില്ല. അങ്ങനെ ആനന്ദൻ ഇടപെട്ടുകൊണ്ടാണ് അവരെയൊക്കെ സംഘത്തിലേക്ക് ചേർക്കുകയും സ്ത്രീകൾ ആദ്യമായിട്ട് സംഘത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. സിദ്ധാർത്ഥ ഗൗതമൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് വ്യക്തമാണ്, ആ സമയത്തെ മറുപടിയിൽ നിന്ന്. എന്തായാലും ഇത്തരത്തിലൊരു സമൂഹത്തെ കൊണ്ടു നടക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കപിലവസ്തുവിലെ രാജ്യഭാരത്തേക്കാൾ എത്രയോ മടങ്ങ് വലുതായിരുന്നു എന്ന് ആലോചിക്കണം. അവിടെ പൂർണ്ണമായ വിധേയത്വമുള്ള ഒരു സംഘം, ഒരു സമൂഹം പ്രജകളെ നിയന്ത്രിക്കുകയും അവരുടെ സ്വസ്ഥത നോക്കുകയും ചെയ്യുന്ന ജോലി മാത്രം മതിയായിരുന്നു. എന്നാൽ ബുദ്ധൻ അത് പോരാ. ബുദ്ധനെ സംബന്ധിച്ചോളം
ഞാൻ ഇന്നലെ ഞങ്ങളൊരു സുഹൃത്തിനോട് സംസാരിക്കുകയായിരുന്നു. സംശയിക്കുന്ന ഒരു ശിഷ്യനാണ് ബുദ്ധൻ ഏറ്റവും വലിയ ഉപകാരം ചെയ്യുന്നത്. കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, സംശയിക്കാതെ ടോട്ടലായിട്ട് ശരണാഗതി പ്രാപിക്കുന്നൊരു ശിഷ്യൻ ഒരു ബുദ്ധനൊരു ഭാരമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും അത് നോക്കുകയും ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ ക്ഷേമത്തെ അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് LIC പിന്നെ വിളക്കിനെ കൈകൊണ്ട് അടച്ചു പിടിക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. എന്നാൽ സംശയിക്കുകയാണെങ്കിൽ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അപ്പം വീഴുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധൻ സംശയം ജനിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ധാർമ്മികമായ പ്രവർത്തനത്തിലാണ്. കാരണം എല്ലാവരും സംരക്ഷിക്കാൻ ബുദ്ധന് അവകാശമില്ല, അതിനൊരു മാൻഡേറ്റ് ഒന്നുമില്ല. എല്ലാവരും കർമ്മത്തിൻ്റെതായ നിയമങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നേ പറ്റുള്ളൂ, അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അപ്പോൾ കർമ്മത്തിൻ്റെതായ നിയമത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നവൻ അതിനനുസരിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ പൂർണ്ണമായ വിശ്വാസവും അവൻ്റെ സറണ്ടറും ശരണാഗതിയും അവിടെ വരുമ്പോൾ, സാറ് വിധേയിക്കുന്ന വിധേയത്വം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ വിചാരിച്ചുള്ളത്. അത്തരത്തിലുള്ള ശരണാഗതി ഇവിടെ ഉണ്ടായിക്കഴിയുമ്പം ഉത്തരവാദിത്വം കൂടുകയാണ്. ഉത്തരവാദിത്വം കൂടുമ്പോൾ അവൻ്റെ ഓരോ കാര്യങ്ങളിലും അനുനിമിഷം ഇടപെട്ടുകൊണ്ടിരിക്കുകയും ഈ കർമ്മ നിയമങ്ങളിലൊക്കെ ഇടപെട്ട് അതിലൊക്കെ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ശാന്തികൾ, താൽക്കാലികമായ ശാന്തികളാണ്. നിത്യമായിരിക്കുന്ന ശാന്തിയൊന്നും ഒരു കർമ്മത്തിനും ആർക്കും ഇടപെടാനൊന്നും സാധിക്കില്ല. താൽക്കാലികമായിട്ട് ചിലത് മാറ്റിവെക്കുക, പോസ്റ്റ്പോൺ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇടപെടലിലേക്ക് ഒരു ബുദ്ധന് പോകേണ്ടി വരികയും ചെയ്യും. പക്ഷേ അവിടെ ഏറ്റവും വലിയ സ്വസ്ഥത എന്ന് പറയുന്നത് സംശയിക്കുന്ന ബുദ്ധന്മാരാണ്. എപ്പോഴാണോ അവർക്ക് സംശയം ഉണ്ടാകുന്നത്, എപ്പോഴാണോ അവർ ആ കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് അവർ വിടുന്നത്, ആ സെക്കൻഡിൽ ആ ഒരു പൊക്കിൾക്കൊടി ബന്ധം മുറിഞ്ഞു പോവുകയാണ്. ആ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ ഒരിക്കലും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ അതുവരെ തടഞ്ഞു വച്ചിരുന്ന പല ദുഃഖാനുഭവങ്ങളും ഒരുപക്ഷെ അവരെ ഒരു മരവെള്ളപ്പാച്ചിൽ പോലെ അവരെ വന്ന് മൂടാം. അത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും ബുദ്ധൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഫ്രീഡമല്ല. ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെയല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കാൻ പരമാവധി ഉണ്ട്. ഇപ്പോൾ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ മഹാഭാരതത്തിൽ കൗരവന്മാരോട് പല പ്രാവശ്യം ചെന്ന് പറഞ്ഞു, ഒരു സൂചി കുത്താൻ പോലും സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ യുദ്ധം തുടങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇത് അവോയ്ഡ് ചെയ്യാനുള്ള ലീവിങ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു മനോഭാവത്തിൽ തന്നെ ബുദ്ധൻ പെരുമാറും. പക്ഷേ സമയമാകുമ്പോൾ അവൻ്റെ കർമ്മഗതി കൊണ്ട് അവൻ അനുഭവിക്കാൻ ഒരു വിധിയുണ്ട്. അവൻ തന്നെ സൃഷ്ടിച്ച ഒരു വിധിയുണ്ട്. അവൻ അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു സമയത്ത് അവൻ്റെ സഹജമായിരിക്കുന്ന സംശയത്തിലേക്ക് വീഴുകയും അവൻ ഈ പറഞ്ഞ പൊക്കിൾ കൊടി മുറിച്ച് കളയുകയും ചെയ്യും. അവിടെ ബുദ്ധൻ സ്വതന്ത്രനാണ്. ഒരു പക്ഷിയെപ്പോലെ, പറക്കമുറ്റിയ പക്ഷിയെ തള്ളിയിട്ട് കൂട്ടിൽ നിന്ന് പുറത്താക്കി കളയുന്നൊരു തള്ളപ്പക്ഷിയെ പോലെ അല്ല ബുദ്ധൻ. അങ്ങനെയല്ല. പക്ഷേ ഇവിടെ ഈ പറക്കമുറ്റിയ പക്ഷി തള്ളയ്ക്കും കൂടെ 2 കൊത്തു കൊടുത്തിട്ട് ചിലപ്പം പറന്നു പോവുകയാണുണ്ടാകുക. ആ സംരക്ഷണ വലയത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പോകുന്നു. ആ പോയിക്കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ ചെയ്തികൾ എന്ന് പറയുന്നത് വരും കാലങ്ങളിലുണ്ടാകും. ഇത്രയും നാളെ പ്രൊട്ടക്റ്റഡ് ആയിരുന്നിരിക്കുന്നതിന് ഒരു കർമ്മഫലമുണ്ട്. അതൊരു കർമ്മമാണ്. ബീയിങ് പ്രൊട്ടക്റ്റഡ് ബൈ സംബഡി ഇറ്റ്സ് ഓൾസോ എ റെസ്പോൺസിബിലിറ്റി. ഞാൻ എൻ്റെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നവനാണ് ഏറ്റവും വലിയ ധീരൻ. ഞാൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഫലങ്ങൾ ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്, എനിക്ക് ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല, ഞാൻ പ്രാർത്ഥിച്ചത് മാറ്റുന്നില്ല എന്ന് വിചാരിക്കാമോ, അവിടെ അവൻ സ്വസ്ഥനാണ്, പൂർണ്ണമായും സ്വസ്ഥനാണ്. അപ്പോൾ അങ്ങനെ സ്വസ്ഥതയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഗുരുവിൻ്റെയോ ബുദ്ധൻ്റെയോ ഒക്കെ ചാരി നിന്നുകൊണ്ട് ഈ സുഖാനുഭവങ്ങൾ മാത്രം കാക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ആർത്തനാണ്, അർത്ഥാർത്ഥിയുമാണ്. അവൻ പൈസ എല്ലാവരും ചിലപ്പോൾ പോകുന്നത്, പക്ഷേ അവൻ സ്വസ്ഥത ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവനൊരു കർമ്മത്തിൽ ഇടപെടുന്നുണ്ട്. അവൻ്റെ ഭാരിച്ച കർമ്മങ്ങളെ ഒരു ബുദ്ധൻ്റെ തലയിൽ കൊണ്ട് വെച്ചു കൊടുക്കുന്നു എന്നൊരു കർമ്മം കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതെപ്പോഴാണ് തിരിച്ചു വരുന്നത്? ഇത് സ്റ്റോക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. എപ്പോഴാണോ അവൻ ഈ പൊക്കിൾ കൂടി മുറിച്ചുകൊണ്ട് അവൻ്റേതായ പറക്കമുറ്റി പറക്കുന്നത്, ആ സെക്കൻഡിൽ ഈ പറഞ്ഞ പോയ കാര്യങ്ങളെല്ലാം തിരിച്ച് ഇരട്ടി വേഗതയിൽ എങ്ങനെയാണോ ഒരു ബസ്സിൻ്റെ പുറകെ പൊടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ബസ് നിൽക്കുമ്പോൾ ആ പൊടി വന്ന് മൂടുകയും ചെയ്യുന്നു, അതേപോലെ
അവനെ വന്ന് മൂടുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോഴാണ് മൊത്തത്തിൽ ചിന്താക്കുഴപ്പമുണ്ടാകുന്നത്. ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഒരു ബുദ്ധനുണ്ടാകുന്ന പിന്നെ ഇമോഷണലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണെന്ന് ഞാൻ പറയുകയാണ്. സ്വന്തമായിട്ടുള്ള ആൾക്കാരോടോ കൂട്ടുകാരോടോ പരിചയക്കാരോടോ അല്ലേ ഈ സാറ് ചോദിച്ച ബന്ധങ്ങളും റിലേഷൻഷിപ്പുകളും ഒക്കെ ഉണ്ടാകുന്നത്. ഇതൊന്നും അല്ലാത്ത അപരനോടാണ്, ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരോട് പോലും ഒരു സഹാനുഭൂതി ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകാറുണ്ട്. പരിചിതമായിരിക്കുന്ന ഒരാളെ സഹായിക്കുക എന്നുള്ളതല്ല, മറിച്ച് അപരിചിതനായിരിക്കുന്ന അന്യനായിരിക്കുന്ന ഒരാളെപ്പോലും ആ കരുണയുടെയോ സ്നേഹത്തിൻ്റെയോ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഇതെല്ലാ ബുദ്ധന്മാരിലും നടന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരിക്കലും ഒരു സങ്കുചിതരാകുക അല്ല, മറിച്ച് അവർ വളരെ ഉദാത്തമായിരിക്കുന്ന മാനസികാവസ്ഥയോടുകൂടി കരുണയോടുകൂടി എന്താണ് ആ കുട്ടിക്ക് വേണ്ടത് എന്നറിയുന്ന അമ്മയെ പോലെ അവന് വേണ്ട ശകാരവും വേണ്ട തിരുത്തലും വേണ്ട ശിക്ഷയും എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ വീണ്ടും അവനെ പിന്തുടരുന്നതായിട്ട് കാണാം. ഈ പൊക്കിൾക്കൊടി ബന്ധം പോകുന്നതുകൊണ്ടുള്ള എന്താണ് ഗുണം, എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളിൽ ഇടപെടാതാകുന്നു. ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളതേ ഉള്ളൂ, എല്ലാം വന്ന് ചേർന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ കൈവിട്ടിട്ട് ഓടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ പലപ്പോഴും കുട്ടികളോട് പറയും, നീ ഓടരുത്, വണ്ടി വരുന്നു, സൈക്കിൾ വരുന്നു, ഓട്ടോറിക്ഷ വരുന്നു, ഓടരുത്, അപകടമാണ് എന്ന് പറയും. പക്ഷേ കുട്ടിക്ക് അതിൽ താല്പര്യമില്ല. കുട്ടിക്ക് അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല. കുട്ടിക്ക് സ്വതന്ത്രമായിരിക്കുന്ന ചിന്താഗതിയും സ്വതന്ത്രമായിരിക്കുന്ന അനുഭവങ്ങളും സ്വാതന്ത്ര്യങ്ങളും തിരിച്ചറിയലുകളൊക്കെയാണ് സ്വപ്നങ്ങൾ വരുന്നത്. പയ്യെ സ്വപ്നങ്ങളുടെ പുറകെ ഇതെങ്ങനെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു? രമണ മഹർഷിയെടുത്ത് ആരോ കൃഷ്ണമൂർത്തിയുടെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം എപ്പോഴാണിത് പറഞ്ഞത്? അദ്ദേഹം ബോധോദയത്തിന് ശേഷമാണ്. ഇപ്പം അതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അതിന് മുമ്പ് ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ അറിയാനും ആലോചിക്കാനും ചെയ്യുന്നതിന് മുമ്പേ ഒരു തണലിലായിരുന്നു എന്നുള്ളത് അവർ മറന്നു പോവുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു വിശാലതയിലേക്കാണ് അവർ വരുന്നത്, ഒരിക്കലും സങ്കുചിതമാവുന്നില്ല. പക്ഷേ സാറ് സൂചിപ്പിച്ച പോലെ ആ സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ സങ്കുചിതമാവുന്നു, അവന് ഈ മനുഷ്യപ്പറ്റില്ലാതാകുന്നു, അവൻ ഇങ്ങനെ വരണ്ടുണങ്ങി വളരെ ഡ്രൈ ആകുന്നൊരു സ്വഭാവക്കാരനായിട്ട് മാറുകയാണ്. ഒരുപക്ഷെ നല്ലൊരു വിളഭൂമി ആകുന്നതിന് വേണ്ടിയുള്ള ഒരു കാലഘട്ടമായിട്ട് വേണം അതിനെ കാണാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ കൂടെ കൂടുതൽ ചിന്തകൾ. പിന്നെ സാറ് ചിന്തകളെക്കുറിച്ച് പറഞ്ഞു. ചിന്തകൾ ലോജിക്കലായിട്ടും ചിന്തകളുണ്ടല്ലോ. ഇമോഷൻസിന് മാത്രമല്ല ചിന്തയുണ്ടാകും. ചിന്തയാണ് ലോജിക്കലായിട്ടുള്ള ഈ കാട് കയറിയ ചിന്ത മുഴുവൻ ഉണ്ടാകുന്നത്. ചിന്ത എവിടെ ഇല്ലാതാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് പറഞ്ഞ ചിന്ത ഇല്ലാതാകുന്നില്ല, ചിന്ത എവിടെയുണ്ട്. ചിന്ത മുഴുവൻ ഈ സത്യാന്വേഷണത്തെ സംബന്ധിക്കുന്ന ബൗദ്ധികമായിരിക്കുന്ന ചിന്തകളായിരിക്കും. മറ്റേത് മനുഷ്യ ബന്ധങ്ങളെ സംബന്ധിക്കുന്ന അവൻ്റെ സാറ് പറഞ്ഞ കാമക്രോധ ലോകമോഹാദികളെ സംബന്ധിക്കുന്ന ചിന്തകളായിരിക്കും അവൻ ഇല്ലാതാകുന്നുവെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, അതുപോലും ഇല്ലാതാവുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിന്തകളുടെ അഭാവമൊന്നും വരുന്നില്ല. ചിന്തകളുടെ അഭാവം എപ്പോൾ വരുന്നു അപ്പം അവൻ ബുദ്ധനായി കഴിഞ്ഞു. അവൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതയിലേക്ക് അവൻ വന്നു കഴിഞ്ഞു. പിന്നെ അവന് സ്വധാമത്തിലാണ്. സ്വധാമത്തിൽ അവൻ നിൽക്കുന്നിടത്തോളം അവന് ആകുലതകളും വ്യാകുലതകളും ഒന്നും ഇല്ല. അതുകൊണ്ട് അവന് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സമൂഹത്തെ സ്വന്തം കുട്ടികളെ പോലെ കാണാനും പ്രപഞ്ചത്തെ രക്ഷിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സാറ് കാണുന്ന രീതിയിൽ സങ്കോചം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ പോലും വാസ്തവത്തിൽ അവിടെ ഒരു വികാസത്തിലേക്ക് പോവുകയാണ്. ആ വികാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ സങ്കുചിതമാകാത്ത പ്രേമം, ഒരു വ്യക്തിയിൽ സങ്കുചിതമാകാത്ത പ്രണയവും സ്നേഹവും കരുണയും എല്ലാം നമ്മുടെ ഇഷ്ടക്കാർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ പരിചയർ, നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഒരു പരിമിതിക്കകത്തേക്ക് പോകാതെ അതെല്ലാം വ്യാപകമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു തുറവയിലേക്കാണ് വാസ്തവത്തിൽ പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.